നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഈ സൂമിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവജനം പ്രസംഗിപ്പാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരങ്ങളെ എന്റെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു വലിയ പദവിയായും മഹാഭാഗ്യമായും കണക്കാക്കുന്നു. ഈ സഭായോഗത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയ്ക്ക്, റിജോയ്സ് മിനിസ്ട്രിക്ക് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, കർത്താവദാസൻ സന്യങ്ങള്, തന്റെ കുടുംബം, എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഈ ദിവസം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. മുഖവരകൾ ഒട്ടും ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് ഈ സഭായുഗത്തിൽ നിന്നോട് പറയുവാൻ നന്നായി പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവജന ഭാഗത്തെ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അപ്പോസ്തലനായ പൗലൂസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ് ലേഖനം 2-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരുപ്പി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. നാം വായിച്ച ദൈവത്തിന്റെ വചനം കൊലോസ് ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. കൊലോസിയ ദൈവസഭയുടെ സ്ഥാപനം, കൊലോസ് ലേഖനം പൗലൂസ് എഴുതുവാനുള്ള സാഹചര്യം, കൊലോസിയ ലേഖനത്തിന്റെ സവിശേഷത, പിന്നീട് പൗലൂസ് കൊലോസിയിലുള്ള ദൈവവിശ്വാസികൾക്ക് നൽകുന്ന 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, പ്രബോധനങ്ങൾ. അതാണ് നാം ഈ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1, കൊലോസിയ ദൈവസഭയുടെ സ്ഥാപനം. 2, കൊലോസ് ലേഖനം പൗലൂസ് എഴുതുവാനുള്ള സാഹചര്യം. 3, കൊലോസിയ ലേഖനത്തിന്റെ സവിശേഷത. 4, പൗലൂസ് ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന 5 പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ. 1, കൊലോസിയ ദൈവസഭയുടെ സ്ഥാപനം. അപ്പോസ്തലനായ പൗലൂസിന്റെ പ്രവർത്തന ബലത്താൽ സ്ഥാപിതമായ ഒരു ദൈവസഭയല്ലായിരുന്നു കൊലോസിയിലുള്ള ദൈവസഭ. പിന്നെ കൊലോസിയിൽ എങ്ങനെ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലൂസിന്റെ 3-ാം സുവിശേഷ യാത്രയുടെ ബന്ധത്തിൽ താൻ എഫെസോസ് എന്ന് പറയുന്ന നഗരിയിൽ ആയിരിക്കുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ അവർ ആസിയിൽ വചനം അത് 2 സംവത്സരം നടക്കുകയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. ഒരു പ്രാവശ്യം ആ വാക്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ആ വാക്യം നന്നായി ശ്രദ്ധിക്കണം. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ഇവിടെ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എഫെസോസിൽ വെച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് അതിൽ പ്രധാനികളായ 2 വ്യക്തിയുടെ പേരാണ്. 1 എപ്പപ്രാസ്, 2 ഫിലോമോൻ. ഈ 2 പേരും കൊലോസ്യക്കാരാണ്. അവർ പൗലൂസിനാൽ കേട്ട ദൈവത്തിന്റെ വചനം അവർ പാർക്കുന്ന പട്ടണത്തിൽ കൊലോസിയ നഗരിയിൽ ചെന്ന് വിശേഷാൽ വിശുദ്ധീകരിച്ചു. യേശുവിനെ അവർ സ്വീകരിച്ചു. യേശുവിനെ സ്വീകരിച്ചത് മാത്രമല്ല, അവർ സുവിശേഷം പ്രചരിപ്പിച്ചു. സുവിശേഷം അനേകരോട്, കൊലോസി നഗരിയിലുള്ള അനേകരോട് പ്രസംഗിച്ചു. അതിനെ തുടർന്ന് കൊലോസിയിലുള്ള ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ പൗലൂസിന്റെ പ്രവർത്തന ഫലത്താലല്ല, പൗലൂസ് സുവിശേഷം പറഞ്ഞ്
സ്തോത്രം, വീണ്ടും ജനനം പ്രാപിച്ച ഫിലോമോൻ മുഖാന്തരം, എപ്പഫ്രാസ് മുഖാന്തരം സ്തോത്രം വിടിവിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് കൊലോസിലുള്ള വിശ്വാസികൾ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഫിലോമോന്റെയും എപ്പഫ്രാസിന്റെയും പ്രവർത്തനത്താൽ സ്ഥാപിതമായ ദൈവസഭയാണ് കൊലോസിലുള്ള ദൈവസഭ. ഇനി കൊലോസിയിൽ പൗലൂസ് പോയിട്ടില്ലെന്ന് തെളിവെന്താണ്? കൊലോസ്യ ലേഖനം 2-1 നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. ഇപ്പൊ പൗലൂസ് കൊലോസിയ എന്ന് പറയുന്ന നഗരിയിലേക്ക് പോയിട്ടില്ല, താൻ സഞ്ചരിച്ച് ആ സ്ഥലത്തേക്ക് പോയി പ്രവർത്തനം നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ സഭ സ്ഥാപിക്കപ്പെട്ടത് എപ്പഫ്രാസ് മുഖാന്തരം, ഫിലോമോൻ മുഖാന്തരമാണ്. അതാണ് കൊലോസിയ ദൈവസഭയുടെ സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി കൊലോസിയ ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലം എന്താണ്, സാഹചര്യം എന്താണ്? എല്ലാ ലേഖനങ്ങളും എഴുതുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. വെറുതെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ കാരാഗൃഹത്തിൽ. അതുകൊണ്ട് എന്തെങ്കിലും ലേഖനം എഴുതാമെന്ന് പറഞ്ഞ് പൗലൂസ് ഒന്നും ലേഖനം എഴുതിയിട്ടില്ല. ലേഖനം എഴുതുമ്പോഴെല്ലാം ലേഖനത്തിന് ഓരോ പശ്ചാത്തലങ്ങളുണ്ട്, ഓരോ സാഹചര്യങ്ങളുണ്ട്, ഓരോ ഉദ്ദേശ്യമുണ്ട്, ഓരോ ലക്ഷ്യമുണ്ട്. കൊലോസ് ലേഖനം പൗലൂസ് എഴുതുവാനുള്ള പശ്ചാത്തലം എന്താണ്? കൊലോസ് ലേഖനം പൗലൂസ് എഴുതുവാനുള്ള പശ്ചാത്തലം വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കൊലോസയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവസഭ വളരെ ശക്തമായിട്ട് ഇങ്ങനെ മുൻപോട്ട് വരുന്ന സമയത്ത് കൊലോസയിൽ പടർന്നു പിടിക്കുന്ന ഒരു ശക്തമായ ദുരുപദേശമുണ്ട്. ദുരുപദേശത്തിന്റെ പേര് നോസ്റ്റിസം എന്ന. ധാരാളം ദുരുപദേശങ്ങൾ ദേശത്ത് ആ കൊലോസ്യ നഗരിയിലൊക്കെ ശക്തമായിട്ട് വ്യാപരിക്കുന്നെങ്കിലും ഏറ്റവും പ്രചാരം നേടിയ ഒരു ദുരുപദേശമാണ് നോസ്റ്റിസം, അല്ലെങ്കിൽ ജ്ഞാനമതം. ജ്ഞാനമതവാദികൾ പ്രഖ്യാപിക്കുന്നത്, സ്തോത്രം, ഈ ജഡം കൊണ്ട് ചെയ്യുന്നതൊന്നും ആത്മാവിൽ ബാധിക്കപ്പെടില്ല, ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതൊന്നും ആത്മാവിൽ ബാധിക്കപ്പെടില്ല. ദൈവം നന്മയുടെ ഉറവിടമാണ്. നന്മയുടെ ഉറവിടമായ ദൈവത്തിന് തിന്മയായ ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ശക്തമായിട്ട് ആ ദേശത്ത് വ്യാപരിക്കപ്പെട്ടു. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ്. യേശു ദൂതന്മാരെക്കാൾ താണൊരു വ്യക്തിയാണ്. സ്തോത്രം. ഇനി വാവും ശബത്തും പെരുന്നാളുകളൊക്കെ ആചരിച്ചാലും കുഴപ്പമില്ല, സ്തോത്രം, ദൂതന്മാരെ ആരാധിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള വളരെ വിഷം നിറഞ്ഞ, പാഷാണ്ഡം നിറഞ്ഞ ഒരു വല്ലാത്ത ദുരുപദേശത്തിന്റെ ശക്തി കൊലോസ്യ നഗരിക്കകത്ത് ഇങ്ങനെ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായി വ്യാപരിക്കപ്പെടുന്ന ഈ ദുരുപദേശം ഈ ദൈവസഭയ്ക്കകത്തും ചിലരിലേക്ക് സ്വാധീനം ചെലുത്തി. ചിലരുടെ ഹൃദയത്തിനകത്ത് ഈ ദുരുപദേശത്തിന്റെ ശക്തി ശക്തമായി സ്വാധീനപ്പെടുത്തിയപ്പോൾ പൗലൂസ് എപ്പഫ്രാസ് മുഖാന്തരം ഇത് അറിഞ്ഞു. എപ്പഫ്രാസ് മുഖാന്തരം കൊലോസിയ സഭയ്ക്കകത്ത് ജ്ഞാനമതം എന്ന ദുരുപദേശത്തിന്റെ ശക്തികൾ വ്യാപരിക്കപ്പെടുന്നുണ്ട് എന്നൊരറിവ് പൗലൂസിന്റെ അടുക്കൽ എത്തുകയും അറിവ് താൻ മനസ്സിലാക്കി. ആ ദുരുപദേശത്തിന്റെ വ്യാപാരം ആ സഭയ്ക്കകത്തും ദേശത്തുമൊക്കെ വ്യാപരിക്കുന്നു എന്ന് താൻ മനസ്സിലാക്കി. തന്റെ തൂലിക കാരാഗൃഹത്തിൽ വെച്ച് ഒരു പടവാള് പോലെ ഉയർത്തിപ്പിടിച്ച് കൊലോസിയ ദൈവസഭയ്ക്ക് എഴുതി കൊടുക്കുകയാണ്. 1-15 മുതൽ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായിട്ടും തന്നെ അവൻ സകലത്തിനും മുൻപെയുള്ളവൻ, സകലത്തിനും ആധാരമായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച്, യേശുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിച്ച്, യേശു ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ജ്ഞാനമതവാദികൾ പഠിപ്പിക്കുമ്പോൾ പൗലൂസ് ആത്മനിറവിൽ ദൈവസഭയ്ക്ക് എഴുതി കൊടുക്കുകയാണ്, യേശു ഒരു സൃഷ്ടിയല്ല, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവസൃഷ്ടിക്കും ആദിജാതനാ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായിട്ടും തന്നെ അവൻ സകലത്തിന് മുൻപെയുള്ളവൻ,
സകലത്തിനും സകലത്തിനും സ്വന്തം ശ്രേഷ്ഠനായിരിക്കുകയാ. ഇന്ന് ഈ സഭായോഗത്തിനകത്ത് ദൈവത്തെ നാം ഒരുമിച്ചിരിക്കുമ്പോൾ തല താഴ്ത്തിപ്പിടിച്ചല്ല, തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ വകയുണ്ട്. കാരണം നാം ആരാധിക്കുന്ന ദൈവം സത്യദൈവമാണ്. നാം ഒരു വിദ്യാമൂർത്തിയെ അല്ല ആരാധിക്കുന്നത്. നാം ആരാധിക്കുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. നാം ആരാധിക്കുന്നത് സകലത്തിന് മുൻപെയുള്ളവനെയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പകൽ സഭ ഒരുമിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. കാരണം നാം ഇന്ന് പകലും ആരാധിക്കുന്നത് സകലത്തിന്റെയും ഉടമസ്ഥനായ, അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ, സകല ഭൂചര ജന്തുക്കളെയും നിർമ്മിച്ചവനായ ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽ ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ളവർ കരമൊന്നുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് 95 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, വരുവീ നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നാം ഇന്ന് പകൽ ആരാധിക്കുന്നത് നാം നിർമ്മിച്ച ദൈവത്തെ അല്ല, ഒരു കുശവനോ ഒരു ആശാരിയോ ഉണ്ടാക്കിയ ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. മറിച്ച് ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ ഉണ്ടാക്കിയ ദൈവത്തെയാണ്, എന്നെ മനഞ്ഞ ദൈവത്തെയാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നാം എത്ര ശ്രേഷ്ഠരാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. 90 സങ്കീർത്തനത്തിൽ ഹോർ പർവ്വതത്തിന് നെറുകയിൽ വെച്ച് തന്റെ സഹോദരനായ അഹ്റോന്റെ മരണത്തെ തുടർന്ന്, നിര്യാണത്തെ തുടർന്ന് മോശ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ എഴുതി തുടങ്ങുകയാ. ദൈവമേ, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കും മുമ്പേ നീ അനാദിയായും ശാശ്വതവാനായും ദൈവമായിരുന്നു. ഇന്ന് പകലും അഭിമാന പുരസരം കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ധൈര്യസമേതം പറയാം, ഞാൻ ആരാധിക്കുന്ന ദൈവം അനാദിയായ ദൈവമാണ്, ശാശ്വതമായ ദൈവമാണ്. അവൻ ഉന്നതനായ ദൈവമാണ്, ഉയർന്നവനായ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, നിത്യപിതാവാണ്. അവൻ ഇന്ന് പകലും തത്വത്തിന്റെ മുദ്രയാണ്, തേജസ്സിന്റെ പ്രഭയാണ്, ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചങ്ങൾ വസിക്കുന്നവനാണ്, മനുഷ്യരാരും കാണാത്തവനാണ്, കാണാൻ കഴിയാത്തവനാണ്. ഇങ്ങനെ ഉന്നതനായ, ഉയർന്നവനായ, ശാശ്വതവാസിയായ ദൈവത്തെ ആരാധിപ്പാൻ ഈ സഭായോഗത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ നന്നായി വിനിയോഗിച്ചുകൊണ്ട് ആ കരമൊന്നടിച്ച് അല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യദൈവമാണ്. ഹല്ലേലൂയ! ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യദൈവമാണ്. നോസ്റ്റിസം എന്ന് പറയുന്ന ദുരുപദേശത്തിന്റെ വാദഗതികളെ പൊളിച്ചെഴുതി പൗലൂസ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ, യേശുക്രിസ്തുവിന്റെ സ്തോത്രം, യേശുക്രിസ്തുവിന്റെ സർവാധിപത്യത്തെ, യേശുവിന്റെ സർവോന്നതത്തെ വളരെ ശക്തമായിട്ട് ഈ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുകയാണ്. ഇനി ഈ കൊലോസ്യ ലേഖനത്തിന്റെ സവിശേഷതയിലേക്ക് ഞാൻ വേഗത്തിൽ ഓടിക്കയറുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഇന്ന് ഈ പകൽ വളരെ വേഗതയിൽ വരണം. ഈ കൊലോസ്യ ലേഖനത്തിന്റെ സവിശേഷതയിലേക്ക് നാം പ്രവേശിക്കാൻ പോകുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ 4 അധ്യായങ്ങളാണ് അല്ലെ? 4 അധ്യായത്തിനകത്ത് 95 വാക്യങ്ങളാണ്. 4 അധ്യായത്തിനകത്ത് 95 വാക്യങ്ങളാണ്. ഈ 95 വാക്യങ്ങൾക്കകത്ത് ഓരോ അധ്യായത്തിനകത്തും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഇനി 1-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിന് തലക്കെട്ടിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിയും: ക്രിസ്തുവിലുള്ള ആഴമേറിയ ജീവിതം. ക്രിസ്തുവിലുള്ള ആഴമേറിയ ജീവിതം. ഇനി 2-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ ക്രിസ്തുവിലുള്ള ഉന്നതമായ ജീവിതം. 3-ാം അധ്യായം വായിച്ചാൽ ക്രിസ്തുവിലുള്ള ആന്തരിക ജീവൻ. 4-ാം അധ്യായം വായിച്ചാൽ ക്രിസ്തുവിന്റെ പരിപൂർണത. കേൾക്കുന്നുണ്ടോ? 1 ക്രിസ്തുവിലുള്ള ആഴമേറിയ ജീവിതം. 1-ാം അധ്യായത്തിലെ പരാമർശങ്ങൾ അതാ, ക്രിസ്തുവിലുള്ള ആഴമേറിയ ജീവിതം. 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള ഉന്നതമായ ജീവിതത്തെ പറ്റിയാണ്. 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ആന്തരിക ജീവനാണ്. ഇനി 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ പരിപൂർണതയാണ്.
ഇനി വേഗത്തിൽ വീണ്ടും നാം ഈ കൊലോസ്യ ലേഖനത്തെ രണ്ടു ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പോവുക. 1-2 അധ്യായങ്ങൾ, 3-4 അധ്യായങ്ങൾ. ഒന്നുകൂടെ പറയുന്നു, 1-2 അധ്യായങ്ങൾ, 3-4 അധ്യായങ്ങൾ. ആദ്യം നാം 4 അധ്യായങ്ങളെ കുറിച്ച് ഒരു സ്തോത്രം തലക്കെട്ട് കൊടുത്ത് ഒന്ന് പറഞ്ഞു വിട്ടു. ഇനി 4 അധ്യായങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. 1-2 അധ്യായങ്ങൾ, 3-4 അധ്യായങ്ങൾ. 1-2 അധ്യായങ്ങൾക്കകത്ത് നാം ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ, ഈ പുസ്തകത്തിനകത്ത് നാം ഒന്ന് പരിശോധിച്ചാൽ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചാൽ, ഈ പുസ്തകത്തിനകത്ത് 1-2 അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. ഇനി 3-4 അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ക്രിസ്തു നമ്മിലൂടെ എന്ത് ചെയ്യുന്നു എന്നാണ്. കേൾക്കുന്നുണ്ടോ? 1-2 അധ്യായത്തിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. ഇനി 3-4 അധ്യായത്തിനകത്ത് വിശദീകരിക്കുന്നത് ക്രിസ്തു നമ്മിലൂടെ എന്ത് ചെയ്യുന്നു എന്നാണ്. ക്രിസ്തു നമ്മിലൂടെ എന്ത് ചെയ്യുന്നു. ഇനി ഞാൻ ഓരോന്നായിട്ടൊന്ന് വിശദീകരിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാം. എല്ലാവരും കേൾക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നാം അറിയണമെങ്കിൽ നാം ആരായിരുന്നു എന്ന് പഠിക്കണം. നാം ആരായിരുന്നു എന്ന് പഠിച്ചാൽ മാത്രമേ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താ ചെയ്തത് എന്ന മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് അതിനെ ആഴം തിരിച്ചറിയാൻ കഴിയില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ആരായിരുന്നു എന്ന് നാം ഒന്ന് പഠിക്കണം. നാം ആരായിരുന്നു? മിടുക്കന്മാരായിരുന്നോ? കഴിവുള്ളവരായിരുന്നോ? കരുത്തന്മാരായിരുന്നോ? വിശുദ്ധന്മാരായിരുന്നു? അല്ല. നാം ആരായിരുന്നു എന്ന് കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാം. നാം ആരായിരുന്നു? 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി ദൈവം മാറ്റുകയാണ്. ഇനി ഈ ഭാഗത്തിനകത്ത് അധികമൊന്നും സ്തോത്രം ഈ നാം ആരായിരുന്നു എന്ന ചിന്ത അധികമൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ എഫേസ്യ ലേഖനത്തിനകത്ത് നാം വായിക്കുമ്പോൾ നാം ആരായിരുന്നു എന്നുള്ള ക്ലിയറായ ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് പൗലോസിനോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ വായിച്ചു നൽകാം, നിങ്ങൾ എല്ലാവരും എന്നെ നന്നായി ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും മനുഷ്യന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇനി സ്തോത്രം അടുത്തത് നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ 11-ാം വാക്യം 2-ാമത്തെയും, ആകയാൽ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാകിയാൽ അഗ്രജന്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു. സ്തോത്രം. അപ്പൊ ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ നാം ആരായിരുന്നു എന്ന് പഠിക്കണം. നാം ആരായിരുന്നു? ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാം പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമുക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. നാം അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിച്ച ആത്മാവിനാൽ നടന്നവരായിരുന്നു. നാം എല്ലാവരും ക്രൂശിന്റെ ശത്രുക്കളായിരുന്നു. നാം എല്ലാവരും ദൈവസന്നിധിയിൽ അകന്നവരായിരുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നാം എല്ലാവരും പാപികളായിരുന്നു. സ്തോത്രം. നാം എല്ലാം നരകത്തിന് പുറകായി വിധിക്കപ്പെട്ടവരായിരുന്നു. കരുണയില്ലാത്തവരായിരുന്നു. ജനമല്ലാത്തവരായിരുന്നു. എല്ലാ തരത്തിലും അധപ്പതിച്ചവരും അധോഗതിയിലേക്ക് നടത്തപ്പെട്ടവരുമായിരുന്നു. നാം ആരായിരുന്നു? ഇനി ക്രിസ്തു നമുക്ക് വേണ്ടി എന്താ ചെയ്തേ? ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കി രേഖപ്പെടുത്തുകയാ. 1-ാമത്തെ അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തേ? നമുക്ക് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു.
പഴയ നിയമത്തിലെ യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്കോ നമ്മുടെ പാപത്തെ നീക്കാൻ കഴിയാതെ വന്നപ്പോൾ, പാപത്തെ മറയ്ക്കാൻ മാത്രം യാഗങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ മാറ്റപ്പെട്ടപ്പോ, പാപങ്ങളെ നീക്കുവാൻ യാഗങ്ങൾക്ക് കഴിയാതിരുന്നപ്പോ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നാം പഠിക്കുന്നത്, കാൽവരിയിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെടുകയല്ല, നമ്മുടെ പാപങ്ങളെ അവൻ മായിച്ചു കളയുകയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തേ? അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമുക്ക് സമാധാനം ഉണ്ടാക്കി, നമ്മെ നിരപ്പിച്ചു, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി മാറ്റി. ഇതാ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി വെക്കുന്ന ഇങ്ങനെയാ: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇന്ന് പകലും ആലയത്തിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, നാം മിടുക്കരല്ലായിരുന്നു, നാം കഴിവുള്ളവരല്ലായിരുന്നു, നാം അധപ്പതിച്ചവരായിരുന്നു, അധോഗതിയിലേക്ക് കൂപ്പുകുത്തിയവരായിരുന്നു. പക്ഷെ കാൽവരിയിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, നമുക്ക് വേണ്ടി പരമയാഗമായതുകൊണ്ട്, യാഗവേദിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇന്ന് ഈ പകൽ നമ്മുടെ മുഖത്ത് സന്തോഷം വന്നു, നമ്മുടെ വായിൽ ചിരി വന്നു. സന്തോഷമുണ്ടെങ്കിൽ ചേർന്നൊരു ആമേൻ പറയാം. 2025 ഈ മെയ് മാസം 2-ാം തീയതി പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവമുഖത്തേക്ക് നോക്കി പറയാം: കർത്താവേ, നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. ദൈവമേ, നീ എന്നെ ഓർത്തതിന് നന്ദി. ദൈവമേ, എന്നെ വിടിവിച്ചതിന് നന്ദി. പാപത്തിന്റെ വല്ലാത്ത അഗാധ കൂപത്തിൽ നിന്ന് എന്നെ പുറത്തെടുത്തതിന് നന്ദി. ഇന്ന് പകൽ വായ തുറന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. പ്രിയപ്പെട്ടവരെ, നാം എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഇന്ന് പകൽ ദൈവസഭ ഒരുമിച്ച് മടങ്ങി വരട്ടെ. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. ഹല്ലേലൂയ. ജീസസ് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എത്ര പാട്ട് പാടിയാലും എത്ര പ്രസംഗിച്ചാലും ഒന്നും തികയില്ല, അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന എന്നെ, ഒരു ആളുകൾക്കും പ്രിയമില്ലാത്ത എന്നെ അവിടുത്തെ ചങ്കിലെ ചോര കൊണ്ട് മുഴു രക്തവും എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന് കാൽവറിയിൽ പരമയാഗമായി സ്വയം തീർന്നത് കൊണ്ട് എനിക്ക് ഇന്ന് പകൽ ജയമുണ്ട്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് പകലും എത്ര പേർ വിശ്വാസത്തോടെ റിജോയ്സ് മിനിസ്ട്രിക്കകത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനോട് വളരെ ശക്തമായിട്ട് പറയുന്നു, ഹൃദയ പരമാർത്ഥതയോടെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് പകലും ദൈവത്തെ സ്തുതിക്കുന്നവർ ഇതിനകത്തുണ്ടല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, ഞാൻ പലപ്പോഴും യേശുവിന്റെ നാമത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ആ നാമമാണ് നമ്മെ മനുഷ്യനാക്കിയത്. ആ നാമമാണ് പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകളെ അടിച്ചു മാറ്റിയത്. ആ നാമമാണ് നമുക്ക് രക്ഷ നൽകിയത്. ആ നാമമാണ് നമ്മെ വിടിവിച്ചത്. മരണമെന്ന് പറയുന്ന ആ വല്ലാത്ത പാപത്തിന്റെ ശമ്പളത്തെ പൊട്ടിച്ചത് ആ നാമത്തിന്റെ കരുത്താണ്. ഇന്ന് പകലും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവേ, നീ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഒന്നുകൂടെ ഓർക്കുക. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് ഒരുമിച്ച് തിരിച്ചു കയറി വരാം. സന്തോഷത്തോടെ കരമം ഉയർത്തി ഒരാമേൻ പറയാം. ഇപ്പൊ 1-2 അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ഇനി 3-4 അധ്യായത്തിൽ അതെനിക്ക് കൂടുതലായിട്ടൊന്ന് വിശദീകരിക്കണം. ദോഹയിലുള്ള റിജോയ്സ് മിനിസ്ട്രിയിലെ എല്ലാ പ്രിയപ്പെട്ടവരും, സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനം അടുത്തതായിട്ട് നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകൂ. നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എന്റെ ഹൃദയത്തിനകത്തെ താല്പര്യം. ക്രിസ്തു നമ്മിലൂടെ എന്ത് ചെയ്യും? ക്രിസ്തു നമ്മിലൂടെ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തു നമ്മിലൂടെ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ക്രിസ്തു എന്നിലൂടെ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ആസ എന്ന് പറയുന്ന രാജാവിന്റെ ആ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യയില്ലേ, തങ്കൽ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ്
ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ബലത്തെ, ദൈവത്തിന്റെ ശക്തിയെ, ദൈവികമായ അനുഭവങ്ങളെ നമ്മിലൂടെ ഒന്ന് ദൈവത്തിന് വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. കേൾക്കുന്നുണ്ടോ? ക്രിസ്തു എന്നിലൂടെ ഒന്ന് വെളിപ്പെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ക്രിസ്തു എന്നിലൂടെ ഒന്ന് വെളിപ്പെട്ടു വരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കേൾക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടാൻ പോകുന്നു. 2025 നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പോകുന്ന ഇടത്ത്, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഇടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തു വെളിപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുന്നവരോട്, നിങ്ങൾ ഇടപെടുന്നവരോട് ഈ ദിവസം നിങ്ങളുടെ അകത്തുള്ള ദൈവം, നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തു അത് വെളിപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാനത് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കി നൽകാം. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. സ്തോത്രം. 430 വർഷം ഇസ്രായേലിന്റെ അടിമനുഖത്തിനകത്ത് ഇസ്രായേൽ മക്കൾ കഷ്ടപ്പെടുകയാണ്. 430 വർഷം ഇസ്രായേലിന്റെ അടിമനുഖത്തിനകത്ത് ഇസ്രായേൽ മക്കൾ കഷ്ടപ്പെടുമ്പോൾ സ്തോത്രം, അവർ ചെയ്യുന്ന ജോലിക്ക് തക്കതായ ഒരു വേതനമില്ല, ശമ്പളമില്ല. ജോലി നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ ശമ്പളമില്ല. ഉയർത്തൊലിച്ച് ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളമില്ല. ശമ്പളം ഇല്ലാതെ വരുന്ന കാര്യം ഫറവോ അവരെ പീഡിപ്പിക്കുക. പക്ഷെ വേദപുസ്തകം പറയുന്ന അവരെ പീഡിപ്പിക്കുന്നതോറും ജനം വർദ്ധിച്ചു വന്നെന്നാണ്. അതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എത്രത്തോളം പീഡയുണ്ടോ, എത്രത്തോളം പ്രതിസന്ധി ഉണ്ടോ, അതിനകത്ത് നാം വർദ്ധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വെളിപ്പാട് ദൈവജനത്തിലൂടെ നിങ്ങളോട് വ്യക്തമാക്കാം. ചന്ദ്രക്കനെയും മേശക്കനെയും അഭേന്ദ്രഹോമിനെയും തീച്ചൂളക്കകത്ത് എടുത്തെറിഞ്ഞു. തീച്ചൂളക്കകത്ത് എടുത്തെറിഞ്ഞപ്പോ തീ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തീ ദഹിപ്പിക്കും, അല്ലെങ്കിൽ തീ ജ്വലിപ്പിക്കും. 2 കാര്യങ്ങൾ മാറ്റിവെച്ച് തീ ഒരു കാര്യം അടുത്തതായി ചെയ്തു. ഇതാ 3 ബാലന്മാരെയാണ് തീക്കകത്തിട്ടത്. പക്ഷെ 4മതൊരുവൻ ആ തീക്കകത്തേക്ക് ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്നറിയോ? ലോകം നമുക്കൊരുക്കുന്ന തീക്കകത്ത് നാം തകരുകയല്ല, നാം വർദ്ധിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ രാമീൻ പറയണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ പ്രതിസന്ധിയുടെ തീക്കകത്തുണ്ടല്ലോ, നാം തീരുന്നുവെന്ന് നെബൂഖദ്നേസറോ മറ്റുള്ള രാജാക്കന്മാരോ മറ്റുള്ള നേതാക്കന്മാരോ പറയുന്നെങ്കിൽ ദൈവമക്കളാകുന്ന നാം വിളിച്ചു പറയണം, ആ പ്രതിസന്ധിയുടെ ശോധനയ്ക്കകത്ത് ഞാൻ തീരില്ല, ഞാൻ വർദ്ധിക്കപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന രാമൻ. അപ്പോ 430 വർഷം ഇസ്രായേലിന്റെ അടിമനുഖത്തിനകത്ത് ഇസ്രായേൽ മക്കൾ കഷ്ടപ്പെടുകയാണ്. തീദോമും റയംസംസും എന്ന് പറയുന്ന സംഭാര നഗരങ്ങൾ ഇതാ ഫറവോ അവരെ കൊണ്ട് പണിയിപ്പിച്ചു. അവരെ വർദ്ധിപ്പിച്ചു. അവർ വർദ്ധിച്ചു വന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞു. അവർ വർദ്ധിച്ചു വന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിച്ചു. വേദപുസ്തകം പറയുന്നത് ദൈവം അവരെ വർദ്ധിപ്പിച്ചു. 430 വർഷമായിട്ട് അവർ വർദ്ധിച്ച് 30 ലക്ഷത്തിലധികം ജനമായി. 70 പേരോടുകൂടെ യാക്കോബിന്റെ കാലഘട്ടത്തിൽ, യോസഫിന്റെ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങി വന്നവരാ. പക്ഷെ ഇപ്പോ വർദ്ധിച്ച് 30 ലക്ഷമായി. 30 ലക്ഷം ജനം ഇതാ ആ ഗോഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഞെരങ്ങിയും ഞെരുങ്ങിയും ഒക്കെ ഭാരപ്പെടുകയാണ്. കാരണം 70 പേര് ഇറങ്ങി വന്ന സ്ഥലമാണ്. ഇപ്പൊ വർദ്ധിച്ച് 30 ലക്ഷം ജനമായി. അപ്പം ആ ഞെരുക്കത്തിന്റെ തീവ്രത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഞെരങ്ങിക്കൊണ്ട് ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ദേശം ഇവിടെയല്ല, ഞങ്ങൾക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. ആ വാഗ്ദത്ത ദേശത്തിലേക്ക് ഞങ്ങളെ ഒന്ന് പുറപ്പെടുവിക്കണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കുടുംബത്തിനകത്തുനിന്നും പ്രാർത്ഥന ഉയരുന്ന സമയത്താണ് അമ്രാമിനും യോഖേബേദിനും മോശ എന്ന് പറയുന്ന ഒരു സന്തതി ജനിക്കുന്നത്. ആ സന്തതിയുടെ വളർച്ചയും അവന്റെ കൊട്ടാരത്തിനകത്തെ വാസവും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് 40 വയസ്സ് വർഷം ഇത്രോവിന്റെ കൂടാരത്തിനകത്ത് ആടുകളെ മേയിച്ച് മോശ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ ഹോരേബിന്റെ നെറുകയിൽ താൻ ഒരു കാഴ്ച കാണുകയാണ്. കാഴ്ച ഇങ്ങനെയാണ്: മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. അനേക തീ ഈ കാട്ടുതീ താൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ തീ ഒരു പ്രത്യേക തീയാണ്. കാരണം ആ തീയുടെ പ്രത്യേകത എന്താണ്? മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. ഞാൻ അതിനകത്തൊരു ദൂത് ദൈവമക്കളോട് വളരെ ശക്തമായിട്ട് പറയാം. അത് മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ലെന്ന് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് ദൈവം ആ സന്ദേശം കാണിക്കുന്നത്. എന്താ ആ സന്ദേശത്തിന്റെ അർത്ഥം? കഴിഞ്ഞ 430 വർഷം മിസ്രൈമിന്റെ അടിമച്ചൂളക്കകത്ത് നിങ്ങൾ കത്തിയാലും വെന്തു പോകാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
430 വർഷമായി മിസ്രയീമിന്റെ ചൂളക്കകത്ത് നിങ്ങൾ കത്തിയാലും വെന്തുപോകാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഒന്നുകൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവമക്കളോട് പറയുന്നു, ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യമാണ് അത് വെളിപ്പെടുത്തി കാണിക്കുന്നത്. എന്താണെന്നറിയാമോ? എത്ര പ്രതിസന്ധിക്കകത്ത് നീ കത്തിയാലും നീ ചാമ്പലാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറയണം. 430 വർഷം ഇസ്രായേലിന്റെ അടിമനുഖത്തിനകത്ത് കിടക്കുന്ന ഇസ്രായേലും ഇതാ 430 വർഷം കിടക്കുന്ന നേരത്തെ ദൈവം വിടുവിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. വിടുവിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്ന മോശയെ ദൈവം അടുക്കൽ വിളിക്കുന്നു. മോശയോട് ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി മോശയോട് ദൈവം പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടം ഞാൻ കണ്ടു നിലവിളി കേട്ടു, അവിടെ സങ്കടം ഞാൻ അറിയുന്നു, ഇതാ ഞാൻ അവരെ വിടുവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 430 വർഷം ഇസ്രായേലിന്റെ അടിമച്ചൂളക്കകത്ത് കഷ്ടപ്പെടുന്ന ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് നേരിട്ടിറങ്ങാൻ പറ്റുമോ? തീർച്ചയായും ദൈവത്തിന് നേരിട്ടിറങ്ങാൻ പറ്റും. ഇനി ദൈവം ഇറങ്ങി വന്ന പിന്നെ മിസ്രയീം കാണോ? ഇല്ല, കത്തിച്ചാമ്പലാകും. ദൈവം ഇറങ്ങി വന്ന പിന്നെ ഫറവോ കാണോ? അവന്റെ കൊട്ടാരം കാണോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 430 വർഷമായി മിസ്രയീമിൽ കിടക്കുന്ന ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് നേരിട്ടിറങ്ങാൻ പറ്റും. ദൈവം നേരിട്ടിറങ്ങിയാൽ പിന്നെ മിസ്രയീമില്ല, ദൈവം നേരിട്ടിറങ്ങിയാൽ പിന്നെ ഫറവോ ഇല്ല. കേൾക്കുന്നവർക്കായി സ്തോത്രം. പക്ഷെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കാതെ ദൈവം ഇറങ്ങി വന്ന മനുഷ്യന്റെ പേരാണ് മോശ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആ ദൂതിന്റെ ആഴം തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2025 പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടാനാകുന്നു. ദൈവം പറയുന്ന ഒരു സന്ദേശമുണ്ട്, ആകയാൽ വരിക മോശേ, ഞാൻ നിന്നെ ഫറവോന്റെ കൊട്ടാരത്തിനകത്തേക്ക് അയക്കുകയാ, എന്റെ ജനത്തെ ആരാധിപ്പാൻ വേണ്ടി വിട്ടയക്കണമെന്ന് നീ ഫറവോനോട് പറയണം. എനിക്കും നേരിട്ട് പറയാൻ കഴിയും മോശേ, പക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ കഴിയുമെങ്കിലും എനിക്ക് നിന്നിലൂടെ വെളിപ്പെടാൻ പദ്ധതിയുണ്ട്. എനിക്ക് നിന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറഞ്ഞ ദൂതങ്ങൾ സ്വീകരിക്ക്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിന് ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ കഴിയും. പക്ഷെ അത് ദൈവം ചെയ്യുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെയാ. വിശ്വസിക്കുന്നുണ്ടോ? അത് നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടാൻ ആഗ്രഹിക്കുക. ഇനി കേട്ടോ നിങ്ങൾ, ഇസ്രായേൽ മക്കൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ മോശ മരിച്ചു. പിന്നീട് നേതൃസ്ഥാനിൽ വന്ന മനുഷ്യന്റെ പേരാണ് യോശുവ. യോശുവയുടെ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുന്നത്. വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ച് അവകാശങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നത് യോശുവയുടെ കാലഘട്ടത്തിലാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, മുൻപോട്ട് അവർ നടന്നു വരികയാണ്. മുൻപോട്ട് നടന്നു വരുന്ന സമയത്താണ് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ യോർദാൻ അവർക്ക് മുമ്പിൽ കരകവിഞ്ഞൊഴുകുന്നത്. എല്ലാവർക്കും അറിയാം, കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ എന്ന് പറഞ്ഞാൽ നന്മ പ്രാപിക്കേണ്ട സമയമാകുമ്പോൾ അല്പം പൈസ കയ്യിൽ വരുമ്പോൾ, അല്പം നന്മ കൈ വരുമ്പോൾ അതിന് കരകവിഞ്ഞൊഴുകുന്ന ഒരു യോർദാൻ. ഈ യോർദാനെ കണ്ടുകൊണ്ട് ജനമെല്ലാം ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന് ഒരൊറ്റ വാക്കുകൊണ്ട് യോർദാനെ വറ്റിക്കാൻ കഴിയുമോ ഇല്ലയോ? ദൈവത്തിന് ഒരൊറ്റ വാക്കുകൊണ്ട് യോർദാനെ വറ്റിക്കാൻ പറ്റുമോ ഇല്ലയോ? തീർച്ചയായും പറ്റും. തീർച്ചയായും പറ്റും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, അല്ല ദൈവം ഒന്ന് നോക്കിയാൽ മതിയില്ലേ, യോർദാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. പക്ഷെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരൊറ്റ വാക്കുകൊണ്ട് യോർദാനെ അടിതൊട്ടി വറ്റിക്കാൻ കഴിയുന്നവൻ, യോർദാനെ മുഴുവൻ വറ്റിക്കാൻ കരുത്തുള്ളവൻ, അത് ചെയ്യാൻ ആഗ്രഹിക്കാതെ ദൈവം പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ വെക്കട്ടെ. അവർ യോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന് താഴെയുള്ള വെള്ളം താഴെ കൊഴുകി മാറിയെങ്കിൽ 2025 നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്നിലൂടെ ദൈവത്തിന് നിന്നിലൂടെ ചിലത് ചെയ്യാൻ ആഗ്രഹം
ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളിലൂടെ ചിലത് ചെയ്യാൻ ഇന്ന് ഈ രാത്രിയിലും ഈ പകലിലും ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഞാൻ ആ ദൂതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്നു. യോർദാനെ മാറ്റാൻ ദൈവത്തിന് ഒരു വാക്ക് മതി. പക്ഷെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ വെക്കണം. ഇനി മുമ്പോട്ട് നിങ്ങൾ പഠിച്ചു വരിക. മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ സ്തോത്രം സ്തോത്രം ഇസ്രായേലിന്റെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് ഏലിയാവ്. ഇക്ബാലിന്റെ മകളായ ഇസബേൽ സകല പൈശാചികതയുടെയും സകല മന്ത്രവാദത്തിന്റെയും ഈറ്റില്ലമെന്നറിയപ്പെടുന്ന ഈ സ്വതം ഇസബേൽ എന്ന് പറയുന്ന ശക്തി അശേര പ്രതിഷ്ഠയും ബാലിന്റെ പ്രതിഷ്ഠയും ഒക്കെ ഇസ്രായേൽ ഇങ്ങനെ സ്വന്തം വല്ലാത്ത നിലയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേൽ നടുവിലേക്ക് ദൈവത്തിന് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ധനത്തോട് പറയാം, ബാലല്ല ദൈവം, അശേരയല്ല ദൈവം, ഞാനാണ് സത്യദൈവം. ദൈവത്തിന് പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാം. ബാലിനെ ആരാധിക്കുന്ന അശേരയെ ആരാധിക്കുന്ന ഇസ്രായേൽ മക്കളുടെ നടുവിലേക്ക് ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് പറയാം, ഞാനാണ് സത്യദൈവം, ഞാനാണ് ആരാധനയ്ക്ക് യോഗ്യൻ, ഞാനാണ് മഴ പെയ്യിക്കുന്ന ദൈവം, ഞാനാണ് സൂര്യനെ സ്വന്തം സൃഷ്ടിച്ച ദൈവം, ഞാനാണ് ആകാശത്തെ സൃഷ്ടിച്ച ദൈവം, ഞാൻ സത്യദൈവമാണ്, ഞാനാണ് ബലമുള്ള ദൈവമെന്ന് ദൈവത്തിന് നേരിട്ടിറങ്ങി പറയാൻ പറ്റും. പക്ഷെ ദൈവം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം ഏലിയാവിലൂടെയാണ്. കേൾക്കുന്നുണ്ടോ? കർമ്മേൻ എന്നതിൽ യാഗപീഠം പടുത് യാഗവസ്തുവിനെ യാഗപീഠത്തിന് മീതെ വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യാഗപീഠത്തിൽ ഇറങ്ങി യാഗവസ്തുവിനെ കത്തിച്ചു കളയുമ്പോൾ ജനമെല്ലാം കവണ്ണു വീണ് പറഞ്ഞു, യഹോവ തന്നെയാണ് ദൈവം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സത്യാരാധനയെ വെളിപ്പെടുത്താൻ, വിദ്യ ആരാധനയെ പൊളിക്കാൻ ഈ തലമുറയിലും ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ റിജോയിസ് ദൈവസഭ എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? ഈ തലമുറയിൽ ആത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. സത്യദൈവത്തെ വെളിപ്പെടുത്താൻ, സത്യാരാധകനെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകലും ചിലരെ ഈ ദൈവസഭയ്ക്കകത്ത് കാണുന്നു. ഏറ്റെടുക്കുന്നവർ ചേർന്ന രാമേൻ പറ, ബാലല്ല ദൈവമെന്ന്, അശേരയല്ല ദൈവമെന്ന്, ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവമെന്ന് വെളിപ്പെടുത്താൻ ക്രിസ്തു നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന രാമേ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് അമാലേക്കരും കിഴക്ക് ദേശക്കാരും അമോര്യരും കിഴക്ക് ദേശക്കാരും ഒക്കെ വന്ന് മിദ്യാനും ഒക്കെ വന്ന് വിതച്ചിരിക്കുമ്പോൾ നന്മ സ്വതം ഇസ്രായേൽ നശിപ്പിക്കും. വിതച്ചിരിക്കുമ്പോൾ നശിപ്പിക്കും. വിതച്ചിരിക്കുന്ന സമയത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മിദ്യാനിനെ കാണുമ്പോൾ, അമാലേക്കിനെ കാണുമ്പോൾ, കിഴക്ക് ദേശക്കാരെ കാണുമ്പോൾ ഇസ്രായേൽ ജനമെല്ലാം ഓടി പർവ്വതങ്ങളിലും ഗുഹരങ്ങളിലും പാർക്കും. പർവ്വതങ്ങളിലും ഗുഹകളിലും പാർത്ത് അവർ മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വരും. വീണ്ടും കൃഷി ചെയ്യും. വീണ്ടും കൃഷി ചെയ്ത് ആ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് മാലേക്കരും കിഴക്ക് ദേശക്കാരും വിദ്യാനിലും ഒക്കെ ഓടി വരും. എല്ലാ നന്മകളും നശിപ്പിച്ചു കളയും. എല്ലാ നന്മകളും നശിപ്പിച്ചു കളയുന്ന സമയത്ത് ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് അമാലേക്കിനെ വെട്ടാം. ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് വിദ്യാനെ തകർക്കാം. ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് കിഴക്ക് ദേശക്കാരെ തകർക്കാം. പക്ഷെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഒഫ്രയിൽ അഭ്യസനായ ഗോവാഷിന്റെ കരിവേലകത്തിന്റെ കീഴിൽ മുന്തിരിച്ചക്കിനരികിൽ ഗോതമ്പ് കുതിക്കുന്ന ഒരു ഗിദെയോനുണ്ട്. ദൈവം ഗിദെയോന്റെ മുമ്പിലേക്ക് ദൂതനെ പ്രത്യക്ഷനാക്കിയിട്ട് ദൈവം പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയായ ഗിദെയോനെ, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ നീ മിഥ്യാനെ തോൽപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. കിഴക്ക് ദേശക്കാരെ വെട്ടാൻ, മിഥ്യാനെ വെട്ടാൻ, അമാലേക്കിനെ വെട്ടാൻ ദൈവത്തിന് നേരിട്ട് കഴിയും. പക്ഷെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗിദെയോനെ നിന്നിലൂടെയാണ്. ഗിദെയോനെ, ഞാൻ ഇന്ന് ഈ പകൽ ഈ ദൂത് പറയുമ്പോൾ എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? നിന്റെ തലമുറയ്ക്ക് വരേണ്ട നന്മകൾ, നിന്റെ തലമുറയ്ക്ക് വരേണ്ട ഉയർച്ചകൾ, നിനക്ക് തലമുറയ്ക്ക് വരേണ്ട മാന്യതകൾ ഇത് തരത്തിൽ എന്ന് പറഞ്ഞ് ശത്രു വാദിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്നിലൊരു അധികാരം ഉണ്ടെന്ന്, നിന്നിലൊരു ദൈവകൃപയുണ്ടെന്ന് വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്ക്, അഭിഷേകത്തോടെ എഴുന്നേൽക്ക്. നിന്നിൽ വ്യാപരിച്ച ദൈവകൃപ ഇന്ന് രാത്രി ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമെന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ, പുതിയ നിയമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മെലീത്ത എന്ന മണ്ണിൽ പൗലൂസ് എത്തുകയാ. മെലീത്ത എന്ന് പറയുന്ന മണ്ണിൽ പൗലൂസ് എത്തുന്ന സമയത്ത്, ആ ദ്വീപിലെത്തുന്ന സമയത്ത് അവര് വിറകൂട്ടി തീ കൂട്ടിക്കൊണ്ട്
ഇതാ പൗലൂസിനെയും മറ്റ് സഹതടവുകാരെയും ഒക്കെ സ്വീകരിച്ചു. ഇതാ പൗലൂസും മറ്റ് സഹതടവുകാരും ഒക്കെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേദപുസ്തകം പറയുന്നു, പൗലൂസ് കുറെ വിറകെടുത്ത് തീയിലേക്കിട്ടു. തീയിലേക്കിട്ട സമയത്ത് ചൂട് നിമിത്തം ഒരു അണലി കൈക്ക് പറ്റി. പെട്ടെന്ന് അവിടുത്തെ ബർബരന്മാർ വിളിച്ചു പറഞ്ഞു, രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല, ഇപ്പോൾ അവൻ വീഴും, ഇപ്പോൾ അവൻ ചത്തു വീർക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കയ്യിൽ തൂങ്ങിയ അണലിയെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ബർബരന്മാർ തിരുത്തി പറയുകയാ, ഇവനൊരു കുലപാതകനല്ല, ഇവനൊരു ദേവനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മെലീത്തയുടെ മണ്ണിൽ ആരാധിക്കുന്നത് സ്വതം നീതിദേവിയ. അതിന്റെ പ്രത്യക്ഷമായ അനുഭവമാണ് അണലി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നീതി ദേവിയുടെ ആരാധന നടക്കുന്ന മെലീത്തയുടെ മണ്ണിൽ ദൈവത്തിന് നേരിട്ടിറങ്ങുമെന്ന് പറയാം, ഞാനാണ് സത്യദൈവം, നീതി ദേവി അല്ല, ഞാനാണ് സത്യദൈവം. പക്ഷെ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൗലൂസിലൂടെയാണ്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഇന്ന് ഈ പകൽ വിശ്വസിക്കുന്നത്. നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് 2025 ഞാൻ പോകുന്ന ഇടത്ത്, ഞാൻ സഞ്ചരിക്കുന്ന ഇടത്ത്, ഞാൻ സംസാരിക്കുന്നവരുടെ അകത്തേക്ക് ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന രാമൻ പറ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവസഭയെ നിറച്ച് പറഞ്ഞു വിടുകയാ. പരിശുദ്ധാത്മ പറയുന്നു, ഈ ദിവസം നിനക്കെതിരെ വെല്ലുവിളികളെ, ചില പോരാട്ടങ്ങളെ നിന്നിലൂടെ ദൈവകൃപ വെളിപ്പെട്ടതിനെ ചാമ്പലാക്കാൻ പോകുകയാ. നിന്നിലൂടെ വെളിപ്പെട്ട ക്രിസ്തു അതിനെ ഇന്ന് ജയമെടുക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ വായ തുറന്നു പറ, ന്റെ അകത്ത് ക്രിസ്തുവുണ്ട്, അത് വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കും. ഈ ദൂത് ഗംഭീരമാണ്. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകും. ഇന്ന് ഈ പകലും നാം ആരും സ്തോത്രം അശക്തരല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാരീരിക ബലഹീനതകളൊക്കെ ഉണ്ടാകും എങ്കിൽ തന്നെയും നമ്മുടെ അകത്തൊരു ദൈവശക്തിയുണ്ട്, നമ്മുടെ അകത്തൊരു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ട്. എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അകത്തുള്ള നാം അശക്തരാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ തന്നെ നാം ശക്തിപ്പെടുകയാ. അതുകൊണ്ടല്ലേ പൗലൂസ് പറഞ്ഞേ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. ഒരു വശത്ത് ശാരീരിക ക്ലേശം എനിക്കുണ്ട്, മാനസിക പ്രയാസങ്ങൾ എനിക്കുണ്ട്, വലിയ പോരാട്ടങ്ങൾ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നേ. പക്ഷെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവശക്തിയാണ് എന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറ. പാട്ടിന്റെ അവസാനം 2 അന്യഭാഷ പറയുന്ന ദൈവശക്തി അല്ലല്ലോ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നേ, മറിച്ച് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഏത് പ്രതിസന്ധികളെയും കീഴ്പ്പെടുത്തുന്ന ദൈവശക്തിയാണ്. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരവൊന്നടിച്ച് ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചു പറ, ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ താമസിക്കുന്ന ദോഹയിൽ, ഞാൻ താമസിക്കുന്ന എന്റെ വീടിനകത്ത് ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങൾ മറക്കരുത്. 2025 ഞാൻ വളരെ പ്രവചനാത്മാവിൽ ദൈവസഭയോട് പറയുന്നു, ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി നാം വായിച്ച വാക്യത്തിലേക്ക് വരാം. നാം വായിച്ച വാക്യം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6, 7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. എല്ലാവരും എന്നെ ഇനിയും നന്നായി ശ്രദ്ധിക്കണം. പൗലൂസ് കൊലോസ്യയിലുള്ള ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന 5 പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ, നിർദ്ദേശങ്ങളാണ്. 1, 2, 3, 4, 5 നിർദ്ദേശങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒരു ഭാഗം മാത്രം വിശദീകരിക്കാം. എല്ലാവരും എന്നെ കേൾക്കണം. ഒന്നാമത്തെ നിർദ്ദേശം, ഒന്നാമത്തെ പ്രബോധനം, നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. 2, അവനിൽ വേരുന്നതും. 3, അവനിൽ വേരുന്നതും എന്ന് മാത്രമല്ല, വിശ്വാസത്താൽ ഉറക്കണം, സ്തോത്രത്തിൽ കവിയണം. അടുത്തത് അവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി ഇങ്ങനെയാണ്. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6, 7 വാക്യങ്ങളിൽ അവനിൽ വേരുന്നതും ആത്മീയ വർധന പ്രാപിക്കണം. 5 പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ. ഇനി ഒന്നാമത്തെ പ്രബോധനത്തിലേക്ക് വരുന്നു. അത് വിശുദ്ധീകരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഒന്നാമത്തെ പ്രബോധനം, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ
കൂട്ടായ്മയിൽ നടക്കണം. പ്രിയപ്പെട്ടവരെ, നാം ആരാണ്? നാം കർത്താവായ യേശുവിനെ കൈക്കൊണ്ടവരാണ്, അല്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം നാം വായിക്കാറില്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം ആരാ? ദൈവമക്കൾ. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞവരാണ് നാം. യേശുവിനെ കൈക്കൊണ്ടവരാണ് നാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നാം യേശുവിനെ കൈക്കൊണ്ടവരാണ്. ഇനി യേശുവിനെ കൈക്കൊണ്ടവർക്ക് പൗലോസ് കൊടുക്കുന്ന 5 പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ. നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടവരാണെങ്കിൽ, ഒന്ന്, നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം എന്നെ. ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു ദൈവസഭയോട് അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. കൊയിനോനിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കൂട്ടായ്മ എന്ന പദം രൂപപ്പെട്ടത്. അർത്ഥം പങ്കുവെക്കുക, പങ്കുചേരുക, പങ്കിടുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശ്യം, ലക്ഷ്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ല. ദൈവത്തെ ആരാധിപ്പാൻ കെരൂബുകൾ, സറാബുകൾ, ദൂതന്മാരൊക്കെ ഇപ്പോഴും ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നാം ഇപ്പോൾ മിണ്ടാതിരിക്കുമ്പോഴും, നാം ഇപ്പോൾ സ്തോത്രം പറയാതിരിക്കുമ്പോഴും സ്വർഗത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുക, ഇടതടവില്ലാതെ. നാം വായിക്കാറില്ലേ, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ ദൂതന്മാർ ചെയ്ത കാര്യം എന്താ? രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്ന്, രണ്ടുകൊണ്ട് കാൽ മൂടി ഒരുത്തനോട് ഒരുത്തൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടി കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്ന. അപ്പൊ അത്രയും ഗംഭീരതയോടെ, അത്രയും ആരവാരത്തോടുകൂടെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ദൂതന്മാർ ഈ സമയത്തും. കെരൂബുകളും സറാബുകളും ഒക്കെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ല. ദൈവത്തെ ആരാധിക്കണം, പക്ഷേ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവമായുള്ള കൂട്ടായ്മയാണ്. ദൈവമായുള്ള കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കി വെക്കുന്നത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ചതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ദൈവത്തിന് മനുഷ്യനുമായി കൂട്ടായ്മയാചരിക്കണം. അതല്ലേ വെയിലാറുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ആദാമിനോടും ഹവ്വയോടും ഒരുമിച്ച് നടന്നിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു, അവരുടെ ആവശ്യങ്ങളെല്ലാം കേട്ടിരുന്നു. നന്നായുള്ള സ്നേഹബന്ധത്തിൽ കൂട്ടായ്മ അവർ ആചരിച്ച് മുൻപോട്ട് പോയിരുന്നു. കേൾക്കുന്നവർക്കായി സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശ്യം കൂട്ടായ്മയാണ്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശത്തിനകത്ത് നിന്ന് പാപം അകറ്റിക്കളഞ്ഞു. കൂട്ടായ്മ ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അകറ്റിക്കളഞ്ഞു. നമുക്ക് ആ ഭാഗം പാപത്തെക്കുറിച്ചൊന്നും ഞാൻ ആ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ സന്ദേശം ഒന്ന് പൂർത്തീകരിക്കണമെന്ന് ഹൃദയത്തിനകത്ത് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുക. അപ്പൊ മനുഷ്യൻ ദൈവം ഏദൻ തോട്ടത്തിലാക്കി വെക്കുന്നു. ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പാപത്തിൽ മനുഷ്യൻ വീണു. പാപത്തിൽ മനുഷ്യൻ വീണപ്പോൾ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറി. ശരിയാണോ? കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറി. ഇനി പാപം നിമിത്തം കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് സംഭവിച്ച പരാജയം എന്താ? കേൾക്കുന്നുണ്ടോ? പാപം നിമിത്തം കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനുണ്ടായ പരാജയം എന്താ? ഇനി കൂട്ടായ്മയിലേക്ക് മനുഷ്യൻ അടുത്തു വന്നാൽ അവന്റെ ജയം എന്താ? അത് രണ്ടും പറയാൻ സമയം കിട്ടില്ലായിരിക്കാം. പക്ഷെ ഒരു ഭാഗം പറഞ്ഞ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. പാപം നിമിത്തം കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറിയപ്പോൾ മനുഷ്യനുണ്ടായ പരാജയം എന്താ? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുക്കണം. ഉൽപ്പത്തി പുസ്തകം എടുത്തിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരണം. 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മനുഷ്യന്റെ പാപം നിമിത്തം കൂട്ടായ്മ അകന്നു പോയപ്പോൾ ഉള്ള പരാജയം രേഖപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്കൊരു അരയാണയുണ്ടാക്കി. ഇനി 2-ാമത്തെ 25-ാം വാക്യം. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും. 2:25. ഇനി കേൾക്കണം എല്ലാവരും എന്നെ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്കാണ്. പക്ഷെ കൂട്ടായ്മയിൽ നിന്ന് പാപം അവരെ അകറ്റിക്കളഞ്ഞപ്പോ ഒന്നാമത് അവർക്കുണ്ടായ പരാജയം എന്താ?
ഒന്നാമത് അവർക്കുണ്ടായ പരാജയം, ഇരുവരുടെയും കണ്ണു തുറന്ന് അവർ നഗ്നരെന്ന് അറിഞ്ഞു. ഇനി 2:25 പറയുന്നത് എന്താ? ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. അപ്പൊ 2-ാം അധ്യായം 25-ാം അധ്യായത്തിൽ നാണം തോന്നിയില്ലെന്ന് രേഖപ്പെടുത്തുമ്പോൾ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇരുവരുടെയും കണ്ണു തുറന്നു അവർ നഗ്നരെന്ന് രേഖപ്പെടുത്തുന്നെങ്കിൽ അർത്ഥം എന്താ? പാപം ചെയ്തപ്പോൾ കൂട്ടായ്മയിൽ നിന്ന് അവർ വെളിയിൽ പോയപ്പോ സംഭവിച്ച ഒന്നാമത്തെ പരാജയം, തേജസ്സിന്റെ വസ്ത്രം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗം അറിയാമായിരിക്കാം. എങ്കിലും അതിന്റെ വിശദീകരണം അടുത്ത ഭാഗം വിശദീകരിക്കുമ്പോഴാണ്. പക്ഷെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഭാഗം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. പാപം കൂട്ടായ്മയിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞപ്പോൾ തേജസ്സിന്റെ വസ്ത്രം അവരിൽ നിന്ന് നഷ്ടമായി. ഞാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയോട് പറയട്ടെ, കൂട്ടായ്മയിൽ നിന്ന് നാം അകന്നു മാറുമ്പോൾ, ദൈവികമായുള്ള ബന്ധത്തിൽ നിന്ന് നാം അകന്നു മാറുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ പരാജയം എന്താണെന്നറിയുമോ? നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം നമ്മിൽ നിന്ന് മാറുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അതുകൊണ്ട് പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുകയാ. ഈ ദിവസങ്ങളിൽ ദൈവികമായ കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറരുത്. ദൈവികമായ ബന്ധത്തിൽ അകന്നുമാറുന്നത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും ദൈവിക ബന്ധത്തിൽ നാം നിൽക്കണം. ദൈവിക കൂട്ടായ്മയിൽ നാം വില കൊടുത്തു നിൽക്കണം. തീർച്ചയായും ദൈവിക കൂട്ടായ്മയ്ക്കകത്ത് നാം വില കൊടുത്തു നിന്നാൽ ദൈവിക തേജസ്, ദൈവിക മഹത്വം നമ്മിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി രണ്ടാമതുണ്ടായ പരാജയം 3-ാം അധ്യായം 7-ാം വാക്യം തന്നെയാണ്. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. ഇനി എല്ലാവരും കേട്ടോ, എന്നെ ശ്രദ്ധിച്ചു. അപ്പൊ കൂട്ടായ്മ പാപം നിമിത്തം നഷ്ടമായപ്പോ, കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ഉണ്ടായ രണ്ടാമത്തെ പരാജയം, അവര് അത്തിയില കൂട്ടിത്തുന്നി അവർക്കൊരു അരയാടയുണ്ടാക്കി. കേട്ടോണം നിങ്ങൾ. ഇന്നലെ വരെ ഏതാവശ്യത്തിനും ആരായിരുന്നു? ദൈവമായിരുന്നു. കൂട്ടായ്മയിൽ നിലനിന്നപ്പോൾ ഏതാവശ്യത്തിനും ദൈവമായിരുന്നു. വെള്ളത്തിന് ദൈവം, മറ്റ് എന്താവശ്യങ്ങൾക്കും ദൈവം, മറ്റ് എന്ത് താല്പര്യങ്ങൾക്കും ദൈവം. പക്ഷേ കൂട്ടായ്മയിൽ നിന്ന് പാപം അവരെ അകറ്റിയപ്പോൾ സംഭവിച്ച രണ്ടാമത്തെ പരാജയം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇപ്പൊ ദൈവാശ്രയം മാറി, സ്വയാശ്രയം വന്നു. കേൾക്കുന്നോ? ഇന്നലെ വരെ ഏതാവശ്യത്തിനും ദൈവമാണെങ്കിൽ, ഇന്നലെ വരെ ഏത് താല്പര്യങ്ങൾക്കും ദൈവമാണെങ്കിൽ, വെള്ളത്തിന് ദൈവമാണെങ്കിൽ, വസ്ത്രത്തിന് ദൈവമാണെങ്കിൽ, ഭക്ഷണത്തിന് ദൈവമാണെങ്കിൽ, ഇന്ന് പാപം നിമിത്തം കൂട്ടായ്മ ഔട്ടായപ്പോ സംഭവിച്ച രണ്ടാമത്തെ പരാജയം അവർ അത്തിയിലെ കൂട്ടിത്തുന്നി തങ്ങൾക്കൊരു അരയാടയുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്കൂർ നിൽക്കും? നന്നായിട്ടൊന്ന് ചൂടടിച്ചാൽ അരയാടം അസ്വതം എന്താ പറയുന്നത്, പൊടിഞ്ഞു പോകില്ലേ? ഉണങ്ങിപ്പോകില്ലേ? ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുക. കൂട്ടായ്മ എന്ന് വെളിപ്പോയാൽ ദൈവാശ്രയം പോകും, പിന്നെ സ്വയത്തിൽ ആശ്രയിക്കും. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. നിങ്ങൾ പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നവരാണോ? നിങ്ങൾ പണത്തിൽ ആശ്രയിക്കുന്നവരാണോ? നിങ്ങൾ കഴിവിലോ പ്രാപ്തിയിലോ ആശ്രയിക്കുന്നവരാണോ? ഞാൻ പറയാം, നിങ്ങൾ കൂട്ടായ്മയിൽ നിന്ന് ഔട്ടാ. പക്ഷേ ഇന്ന് പകലും നിങ്ങൾ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? ഏതു വിഷയത്തിനകത്തും, കുടുംബത്തിന്റെ വിഷയത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത്, മറ്റു ജോലി വിഷയത്തിനകത്ത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാണോ മുൻപോട്ട് പോകുന്നത്? ഞാൻ പറയാം, നിങ്ങൾ കൂട്ടായ്മയ്ക്കകത്താണ്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ 118-ാം സങ്കീർത്തനം 8-ാം വാക്യം, മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. യിരെമ്യാ 17:7 യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ കുറിച്ച് വചനം പറയുന്നത്, ഉഷ്ണം തട്ടിയാലും അവൻ വാടില്ല, വരൾച്ചയുടെ കാലത്തും അവൻ വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറയാ. നിങ്ങൾ കൂട്ടായ്മയ്ക്കകത്താണോ? നിങ്ങൾ ഇപ്പോൾ അഭിമുഖിക്കുന്ന വിഷയത്തിലുണ്ടല്ലോ, ദൈവാശ്രയം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരും. നിങ്ങൾ പറയും, എന്റെ ദൈവം ഇടപെടും. നിങ്ങൾ പറയും, എന്റെ ദൈവം സംസാരിക്കും. നിങ്ങൾ പറയും, എന്റെ ദൈവം ആ വിഷയത്തെ കൈകാര്യം ചെയ്യും. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ
ആരോഗ്യത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത് കേട്ടോ. പണത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത് കേട്ടോ. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആശ്രയിക്കരുത് കേട്ടോ. ഈ ദിവസങ്ങൾ കൂട്ടായ്മയ്ക്കകത്താണോ എന്നതിന്റെ തെളിവ് ദൈവാശ്രയമാണ്. ദൈവാശ്രയമാണ്. തീർച്ചയായും ദൈവത്തിൽ ആശ്രയിച്ചു. തലമുറകളോട് ഞാൻ പറയാം, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണം. ബുദ്ധി നൽകുന്ന ദൈവമാണ്, ജ്ഞാനം നൽകുന്ന ദൈവമാണ്. നാം പറയാറില്ലേ, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അത് ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട്. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവാശ്രയമുണ്ടെങ്കിൽ തലമുറകളെ, നിങ്ങൾ ഏത് സ്ഥലത്തും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സന്തോഷമുണ്ടെങ്കിൽ ക്ഷേമ രാമൻ പറയാം. ഹല്ലേലൂയ. അപ്പൊ കൂട്ടായ്മയിൽ നിന്ന് ഔട്ടായപ്പോ രണ്ടാമത് സംഭവിച്ചത്, അവർക്ക് ദൈവാശ്രയം മാറി, സ്വയാശ്രയം വന്നു. ഇനി മൂന്നാമത് നിങ്ങൾ കേൾക്കണം. മൂന്നാമത് സംഭവിച്ച കാര്യം 3-ാം അധ്യായം തന്നെ അതിന്റെ 8-ാമത്തെ വാക്യം. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിന് വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ച് എന്നവൻ പറഞ്ഞു. കേട്ടോ. അപ്പോ കൂട്ടായ്മ എന്ന വെളിയിൽ പോയ സംഭവിക്കുന്ന മൂന്നാമത്തെ പരാജയം നിങ്ങൾ എല്ലാവരും കേൾക്കണം. ദൈവം ആദാവും ഹവ്വയും പാപം ചെയ്യുന്നതിനെ തുടർന്ന് തോട്ടത്തിൽ ഇറങ്ങി വരിക. തോട്ടത്തിൽ ഇറങ്ങി വരുന്ന സമയത്ത് ദൈവം മനുഷ്യനെ വിളിക്കുക. മനുഷ്യ, നീ എവിടെയാ? നീ എവിടെയാ? മനുഷ്യൻ വിളി കേട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുണ്ട്, പക്ഷേ ഞാൻ നഗ്നനാകുകൊണ്ട് ഭയപ്പെട്ട് വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. ദൈവം ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞേ നീ നഗ്നനാണെന്ന്? നീ കേട്ടോണം എല്ലാവരും, എല്ലാവരും കേട്ടോണം. ഇന്നലെ വരെ ദൈവം ഇറങ്ങുന്ന സ്ഥലത്ത് ആരുണ്ട്? ആദാമും ഹവ്വയുണ്ട്. ദൈവം എവിടെ ഇറങ്ങി വന്നാലും, ആ തോട്ടത്തിനകത്ത് എവിടെ ഇറങ്ങി വന്നാലും, ദൈവം ഇറങ്ങി വരുന്നത് അവർ ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, അവർ ഓടി വന്ന സ്ഥലത്തിരിക്കും, നിൽക്കും. പക്ഷേ ഇപ്പൊ പാപം അകത്ത് പ്രവേശിച്ചു. കൂട്ടായ്മ നമ്മൾ വെളിയിൽ പോയി. കൂട്ടായ്മ വെളിയിൽ പോയപ്പോ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ദൈവം ഇറങ്ങി വന്ന സ്ഥലത്ത് മനുഷ്യനുണ്ടെങ്കിൽ ഇപ്പൊ ദൈവം ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ വിളിക്കുന്നൊരു കേടുണ്ടായി. കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, എല്ലാവരും ഈ സന്ദേശം കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിക്കൂ, തോട്ടത്തിനകത്ത് ആദാം ഉണ്ടോ ഇല്ലയോ? ആദാമും ഹവ്വയും തോട്ടത്തിനകത്തുണ്ടോ ഇല്ലയോ? ഉണ്ട്, തോട്ടത്തിനകത്തുണ്ട്. പക്ഷെ അടുത്ത ദൂത് വളരെ ശക്തമാണ്. തോട്ടത്തിനകത്തുണ്ടെങ്കിലും ആക്കി വെച്ചിടത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. 2025 കൂട്ടായ്മയ്ക്കകത്താണോ നിങ്ങൾ? കൂട്ടായ്മയ്ക്കകത്താണോ എന്ന് തിരിച്ചറിയുന്നത് സഭയ്ക്കകത്തുണ്ടോ എന്ന ചോദ്യമല്ല. എല്ലാ ആരാധനയ്ക്കുണ്ടോ എന്നല്ല ചോദ്യം. പരിശുദ്ധമാവ് ശക്തമായിട്ട് ഇടപെടുന്നു. കൂട്ടായ്മയിലാണോ നിങ്ങൾ? നിങ്ങൾ ആക്കി വെച്ച ഇടത്ത് കാണും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. ആക്കി വെച്ച പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടോ? ആക്കി വെച്ച ആ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങളുണ്ടോ? ആക്കി വെച്ച ആത്മീയ അനുഭവങ്ങൾക്കകത്തുണ്ടോ? ആക്കി വെച്ച ആത്മീയ അനുഭവത്തിനകത്തില്ലെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ വെളിയില്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ചർച്ചിന്റെ ആ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരുണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുക. ആക്കി വെച്ച സ്ഥലത്തില്ലെങ്കിൽ കൂട്ടായ്മ നിങ്ങൾ ഔട്ടാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകൽ വളരെ ശക്തമായിട്ട് ദൂത് പറയുന്നു. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയ്ക്കകത്താണോ നിങ്ങൾ ആക്കി വെച്ച ഇടത്ത് കാണും. തോട്ടത്തിലുണ്ടോ എന്നല്ല ചോദ്യം, തോട്ടത്തിലുണ്ടോ എന്നല്ല ചോദ്യം, ആക്കി വെച്ചിടത്തുണ്ടോ എന്ന ചോദ്യം. ഞാൻ പറയാം, വിശദീകരിക്കാം, എല്ലാവരും കേട്ടോണം. ഏലിപ്പുരൂരിന് 2 മക്കളാണ്, ഒഫ്നിയും ഫിനെഹാസും, അല്ലേ? അടുത്ത പുരോഹിത ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടവർ, അടുത്ത ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട, അനുഗ്രഹിക്കപ്പെട്ട 2 പേരാകേണ്ട 2 പേരാണ് ഒഫ്നിയും ഫിനെഹാസും. പക്ഷേ ആലയത്തിൽ വരുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി, ദൈവിക ശുശ്രൂഷയെ നിന്ദിച്ച്, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ, അപ്പന്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിന്റെ സന്നിധിയോട് മറുതലിച്ചു നിൽക്കുന്ന ഒഫ്നിയും ഫിനെഹാസും ആലയത്തിനകത്ത് ആക്കി വെച്ച ഇടത്ത് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഹന്നയുടെ മകൻ, സ്തോത്രം 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 സ്തോത്രം, ഹന്നയുടെ മകൻ
ആ കൊച്ചു ബാലകൻ, വേദപുസ്തകം പറയുന്നതെന്നറിയുമോ? ഏലിയുടെ കണ്ണു മങ്ങി തുടങ്ങിയ കാലഘട്ടം, വചനം ദുർലഭമായ കാലഘട്ടം, സ്വന്തം ആലയത്തിനകത്ത് വിളക്ക് കെടുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ആക്കി വെച്ച സ്ഥലത്ത് അവിശ്വസ്തയോടുകൂടെ ഒരു തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോ, ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ കിടന്നുറങ്ങുന്നവരുടെ അടുക്കിലേക്ക് ദൈവശബ്ദം ഇറങ്ങി വന്നു. എന്താ ദൈവശബ്ദം? ശൗവേലേ ശമുവേലേ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ക്ഷയൊന്ന് രാമേൻ പറ. ഓഫ്നിയെ ഓഫ്നിയെ എന്ന് വിളിക്കേണ്ടതാ, ഫിനേഹാസെ ഫിനേഹാസെ എന്ന് വിളിക്കേണ്ടതയ്യോ. പക്ഷെ ആക്കി വെച്ച സ്ഥലത്ത് ഒരു തലമുറ വഴിവിഴയ്ക്കുമ്പോ, ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ, ഒരു പാരമ്പര്യവും പറയാനില്ലാത്തവൻ ദൈവസനിൽ വിശ്വസ്തയോടെ കിടന്നിറങ്ങുമ്പോ അവന്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരിക ദൈവിക ശബ്ദവുമായി. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 2025 ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ നമുക്ക് തുടരാം. മനസ്സിലാവുന്നുണ്ടോ? ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ മുൻപോട്ട് പോകാം. ആക്കി വെച്ച പ്രാർത്ഥനയിൽ, ആക്കി വെച്ച ആത്മീയ അനുഭവങ്ങളിൽ, ആക്കി വെച്ച ആത്മീയ ശുശ്രൂഷയിലൊക്കെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന എല്ലാ മേഖലകൾക്കും ഇന്ന് പകൽ നമുക്ക് അതിനകത്ത് നല്ല വേർപെടാം. നമുക്ക് കൂട്ടായ്മയിലേക്ക് അടുത്ത് വരാം. ഇനി 4ാമത്തെ കാര്യം പറഞ്ഞ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ സ്തോത്രം 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തിന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് പറഞ്ഞു. എല്ലാവരും കേൾക്കണം കേട്ടോ. കൂട്ടായ്മ നിന്ന് വെളിയിൽ പോയാൽ, കൂട്ടായ്മ നിന്ന് ഔട്ടായാൽ അതിന് സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയോ? ദൈവം ഇറങ്ങി വന്ന് ആദാമിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ആദാമേ, നീയാണോ വൃക്ഷഫലം ഭക്ഷിച്ചത്? പെട്ടെന്ന് ആദാം പറയുന്ന കാര്യം എന്താ? ഞാൻ വൃക്ഷഫലം ഭക്ഷിച്ചു എന്നാണോ? അല്ല, നീ എനിക്ക് തന്നിട്ടുള്ള സ്ത്രീ എനിക്ക് വൃക്ഷഫലം തന്നു, ഞാൻ ഭക്ഷിച്ചു. ഇനി സ്ത്രീയോട് ചോദിച്ചു, നീയാണോ വൃക്ഷഫലം തിന്നത്? പെട്ടെന്ന് അവൾ പറയുന്ന മറുപടി എന്താ? ഞാൻ തിന്നുവോ എന്നല്ല, മറിച്ച് പാമ്പനെ വഞ്ചിച്ചു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ കൂട്ടായ്മ ഔട്ടായ സംഭവിക്കുന്ന അടുത്ത കാര്യം എന്തെന്നറിയോ? സ്തോത്രം. തെറ്റ് ആരോപിക്കും, തെറ്റ് സമ്മതിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? തെറ്റ് സമ്മതിക്കത്തില്ല, തെറ്റ് ആരോപിക്കും. ആദാമിനോട് ചോദിച്ചു, നീയാണോ തെറ്റുകാരൻ? ആദാം പറഞ്ഞു, ഞാനല്ല. ഹവ്വയോട് ചോദിച്ചു, നീയാണോ തെറ്റുകാരി? അവൾ പറഞ്ഞു, ഞാനല്ല, പാമ്പാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. 2025 കൂട്ടായ്മ നിങ്ങൾ വെളിയിലാണെങ്കിൽ നിങ്ങൾ തെറ്റാരോപിക്കും. അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പമാണ്, അവർ ശരിയാത്തതുകൊണ്ടാ, ഇവർ എന്നൊക്കെ ആരോപിക്കും. പക്ഷെ പരിശുദ്ധമ ഇടപെടുകയാ. കൂട്ടായ്മയ്ക്കകത്താണോ നിങ്ങൾ തെറ്റാരോപിക്കുകയില്ല, തെറ്റ് സമ്മതിക്കും. എന്റെ കുറവാണ്, എന്റെ തെറ്റാണ്, എന്റെ പ്രാർത്ഥന കുറവാണ്, എന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കും. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം വിശദീകരിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കേൾക്കണം. ഇതാ വേദപുസ്തകത്തിനകത്ത്, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്ത് 2 മക്കൾ, ഒരപ്പനുണ്ട്. ഇളയ മകൻ അപ്പൻ സകല സമ്പത്തും മേടിച്ച്, സകല നന്മകളും മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി ആദ്യമൊക്കെ നന്നായിട്ട് അവൻ മുമ്പോട്ട് പോയി. പക്ഷേ മുമ്പോട്ട് വരുന്തോറും അവന്റെ പൈസ, അവന്റെ ക്യാഷ് അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ എല്ലാ തരത്തിലും ദരിദ്രനായി, ഇടാൻ വസ്ത്രമില്ലാതെ, ഭക്ഷിപ്പാൻ ഭക്ഷണമില്ലാതെ അവൻ ഭാരപ്പെട്ടു. ഒരിക്കൽ അവൻ വിചാരിച്ചു പന്നി തിന്നുന്ന വാളവരെ തിന്നണമെന്ന്. പക്ഷേ അവൻ ആരും കൊടുത്തില്ലത്. ഇങ്ങനെ അവൻ വിഷമിച്ച്, ഇങ്ങനെ അവൻ വളരെ വളരെ തകർന്നവനായി, വയറുട്ടിയവനായി, വിശന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ അവന് സുബോധം വരികയാണ്. സുബോധം വരുന്ന സമയത്ത് അവന്റെ കാര്യം ചിന്തിക്കുന്നു, ഞാനിവിടെ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. എന്റെ അപ്പന്റെ കൂടാരത്തിനകത്ത് കൂലിക്കാർ ഭക്ഷണം ഭക്ഷിച്ചിട്ട് അത് തിന്ന് ശേഷിപ്പിക്കുകയാണ്. പെട്ടെന്ന് അവനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാ, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകാൻ പോകുകയാ. അപ്പന്റെ വീട്ടിലേക്ക് പോയിട്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കി പറയാം, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നീ എന്നെ ഒരു കൂലിക്കാരനെ പോലെ ആക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അപ്പന്റെ വീടിനെ ലക്ഷ്യമാക്കി ആ തലമുറ നടന്നു വരികയാ. തലമുറ നടന്നു വരുന്നത് കണ്ടുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങിപ്പോയ മകനെ അങ്ങ് ദൂരമേ കണ്ടപ്പോൾ തന്നെ അപ്പന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഓടിച്ചെന്നു ആ മകനെ കെട്ടിപ്പിടിച്ച സമയത്ത് മകൻ വായു തുറന്ന് അപ്പന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അടുത്ത വാക്ക് ആ വായ തുറന്നവൻ പറയാൻ തുടങ്ങും മുമ്പേ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? അപ്പാ, എന്റെ ചേട്ടന്റെ കുഴപ്പമല്ല, അപ്പാ, എന്റെ ചേട്ടനല്ല തെറ്റുകാരൻ, അപ്പ അപ്പനല്ല തെറ്റുകാരൻ,
അപ്പൊ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇതിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന മാത്രയിൽ അപ്പനകത്തേക്ക് നോക്കി ഒരു കൽപ്പനയാ. കൽപ്പന എന്തെന്നറിയുമോ? സ്വതം ഇവനെ സ്വതം മേൽത്തരകരമായ അങ്കി കൊണ്ട് ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരമിടുവീൻ, അടുത്തത് ഇവന്റെ കാലിൽ ചെരുപ്പിട്, ഒരു കാളക്കുട്ടിയെ ഇവന് വേണ്ടി അറക്ക്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യണം. തെറ്റ് ആരോപിക്കുകയല്ല, തെറ്റ് തുറന്നു പറയുക. എന്റെ കുഴപ്പമാണ്, എന്റെ തെറ്റാണ് എന്ന തെറ്റ് തുറന്നു പറയുമ്പോൾ തെറ്റ് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇന്ന് ഈ സഭായോഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. എവിടെയെങ്കിലും കൂട്ടായ്മ നിന്ന് അകന്നു മാറിയെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കട്ടെ, ദൈവിക കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കട്ടെ. നിങ്ങൾ ഇനി ഹല്ലേലൂയ, ഈ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അവന്റെ കൂട്ടായ്മയിൽ നിന്ന് നടക്കണം, അവന്റെ കൂട്ടായ്മയിൽ നിന്ന് നടക്കണം, അവന്റെ കൂട്ടായ്മയിൽ നിന്ന് നടക്കണം. ആ കൂട്ടായ്മ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നാം പോകരുത്. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയ്ക്കും മുടക്കം വരുന്ന ദൈവമല്ല. എല്ലാ കണ്ണും ഒന്ന് അടച്ച് അല്പസമയം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. 2025 മെയ് മാസം ഈ 2-ാം തീയതി പരിശുദ്ധാത്മാവ് ദൈവസഭയോട്, റിജോയ്സ് മിനിസ്ട്രിയോട് ദൂത് പറയുകയാണ്. ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ആ ദൃഢകരമായ, ആ ശ്രേഷ്ഠമായ ബന്ധത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. എവിടെയെങ്കിലും കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൂട്ടായ്മയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മടങ്ങി വരാം. ഇന്ന് പകൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ച്, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സമർപ്പിച്ച്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കൂട്ടായ്മയിലേക്ക് അടുത്തു വന്നാൽ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു അപ്പൻ നമുക്കുണ്ട്. നമുക്കെല്ലാം മടക്കി തരുന്നൊരു അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അത് മോതിരമാണെങ്കിലും, അത് കാലിലെ ചെരുപ്പാണെങ്കിലും, അത് വസ്ത്രമാണെങ്കിലും, അതെല്ലാം ആത്മീയത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കണം കേട്ടോ. അതെല്ലാം മടക്കി തരുന്നൊരു ദൈവമുണ്ട്, മടക്കി തരുന്നൊരു അപ്പനുണ്ട്. ഇന്ന് പകൽ കൂട്ടായ്മയിലേക്ക് നമുക്ക് അടുത്തു വരാം, പ്രാർത്ഥനയിലേക്ക് നമുക്ക് അടുത്തു വരാം, ആരാധനയിലേക്ക് അടുത്തു വരാം, ആത്മീയ അനുഭവങ്ങളിലേക്ക് അടുത്തു വരാം. കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ പാപങ്ങളോടും നമുക്ക് വിട പറയാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ. പിശാച് അലറുന്ന സുഖമെന്ന വണ്ണം ആരെ വിഴുങ്ങുന്നത് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോ അവന്റെ വായ്ക്കകത്ത് പെടാതിരിപ്പാൻ ദൈവത്തോട് പറയാം, കർത്താവേ ഞാൻ ആ ബന്ധത്തിലേക്ക് വരികയാ, ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഞാൻ അടുത്തു വരികയാ. സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ സമർപ്പിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് അറിയാം, നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് നന്നായിട്ട് അറിയാം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ആ കൂട്ടായ്മയിലേക്ക് ഒന്നും കൂടെ ആഴത്തിൽ ഇറങ്ങാൻ നമുക്ക് നാം പാടുന്നത് പോലെ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ തിരിയാ ബന്ധമാണിത്, യുഗകാലം വരെയുമെന്ന് പാടുന്നത് പോലെ ദൈവമായുള്ള കൂട്ടായ്മ മരിക്കുന്നത് വരെ, കർത്താവിന്റെ വരവ് ആ കൂട്ടായ്മയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആരെയും പഴിചാരരുത്, അവർ കാരണമാണ്, ഇവർ കാരണമെന്ന് പറയരുത്. ദൈവം എന്റെ തെറ്റാണ്, എന്റെ കുറവാണ്, എന്റെ പ്രാർത്ഥനാ കുറവാണ് എന്ന് തുറന്ന് സമ്മതിച്ച് ദൈവം നമ്മെ തന്നെ എന്ന് വിധേയപ്പെടുത്താം. എല്ലാ കണ്ണും നടച്ചാട്ടെ. ഭയങ്കര ഒരു ദൈവമഹത്വം റിജോയ്സ് മിനിസ്ട്രിക്കകത്ത് ഇന്ന് ഈ പകൽ ഇറങ്ങി വരികയാണ്. ഭയങ്കര തല ഉയർത്തുന്ന ഒരു ദൈവമഹത്വം, നിങ്ങളുടെ തലയെ താഴ്ത്തുന്ന ദൈവമഹത്വം അല്ല, നിങ്ങളുടെ തല ഉയർത്തുന്ന ഒരു ദൈവമഹത്വം. രോഗങ്ങൾ ഇന്ന് പകൽ അടിയട്ടെ, ക്ഷീണങ്ങൾ ഇന്ന് പകൽ അടിയട്ടെ, ദുരാത്മാവിന്റെ പദ്ധതികളെല്ലാം അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കൂട്ടായ്മകൾ ഇന്ന് പകൽ ഒന്നുകൂടെ ദൃഢപ്പെടട്ടെ. ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു അപ്പാ, ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം കർത്താവേ. കർത്താവേ, സന്ധ്യങ്ങളിലായിട്ട് കർത്താവ് ദാസന്റെ കുടുംബത്തിനായി ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഈ ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവിടെ മുഖമൊന്നും എനിക്ക് തെളിവല്ലെങ്കിലും ദൈവരെ അനുഗ്രഹിക്കണമേ, അവിടെ ഹൃദയങ്ങളെ അറിയണമേ, അവിടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസം ഏറ്റെടുക്കണമേ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ആ കൂട്ടായ്മ ഞങ്ങളെ അന്യപ്പെടുത്തുന്ന എല്ലാ ചിന്താഗതികളോടും ഞങ്ങൾ ഇന്ന് പകൽ വിട പറയുകയാണ്. സുബിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, ജനത്തെ മുഴുവൻ അനുഗ്രഹിക്കും, അത്ഭുതം നന്മ ചെയ്യും. പ്രാർത്ഥനയ്ക്കെടുത്ത് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്ന, ഒരു പ്രാവശ്യം വിളിച്ചതിന് നന്ദി. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.